सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ॐ वागीशाद्याः सुमनसः सर्वार्थानामुपक्रमे यन्नत्वा कृतकृत्याः स्युः तन्नमामि गजाननम्। दोर्भिर्युक्ता चतुर्भिः स्फटिकमणिमयीम् अक्षमालां दधाना हस्तेनैकेन पद्मं सितमपि च शुकं पुस्तकं चापरेण भासा कुन्देन्दुशङ्खस्फटिकमणिनिभा भासमाना समाना सा मे वाग्देवतेयं निवसतु वदने सर्वदा सुप्रसन्ना। ब्रह्मानन्दं परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यम्। एकं नित्यं विमलमचलं सर्वधी साक्षिभूतं भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारक वेदवेद्यं परं ब्रह्मा भासतां पुरतो मम। यं प्रव्रजन्तमनुपेतमपेतकृत्यं द्वैपायनो विरहकातर आजुहाव पुत्रेति तन्मयतया तरवोऽभिनेतु तं सर्वभूतहृदयं मुनिम् आनतोऽस्मि। हरि ओम्. ശ്രീമദ്ഭാഗവതത്തിൽ ഭക്തവത്സലനായ ഭഗവാനെ സർവാത്മന അനുസ്മരിച്ച് ആശ്രയിച്ചാൽ ഭഗവാന്റെ കാരുണ്യ അനുഗ്രഹം മേൽക്കുമേൽ വർഷിക്കപ്പെടും. ഈ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാവുക, ഇതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ലഭിക്കേണ്ടുന്ന അനുഗ്രഹം. ശ്രദ്ധ എന്ന പദത്തിന് വിശ്വാസം എന്നാണ് ആവർത്തിച്ച് ഓർമ്മിക്കേണ്ടുന്ന അർത്ഥം. ഗുരുവേദാന്തവാക്യാദിഷു വിശ്വാസഃ ശ്രദ്ധ, ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധി അവധാരണ, ഈ പ്രകാരമൊക്കെയുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. ശാസ്ത്രവിഷയത്തിൽ ഋഷീശ്വരന്മാർ അഥവാ ഗുരുപരമ്പര നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ശാസ്ത്രപാഠങ്ങൾ പങ്കുവയ്ക്കുന്നത്. സ്വാത്മാരാമന്മാരായിട്ടുള്ള ഋഷീശ്വരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടവും ആവശ്യമില്ല. അഹേതുക ദയാസിന്ധു എന്ന് ഗുരുവിനെ സ്തുതിക്കാറുണ്ട്.
കാരണമില്ലാത്ത കാരുണ്യത്തിൻ്റെ കടലാണ്. കാരണമില്ലാത്ത കാരുണ്യം കൊണ്ടാണ് ഋഷീശ്വരന്മാർ ശാസ്ത്രപാഠങ്ങൾ, സ്വാനുഭൂതി സമ്പന്നന്മാരായിട്ടുള്ള ഋഷീശ്വരന്മാർ ശാസ്ത്രപാഠങ്ങൾ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് ആ പാഠങ്ങളെ ആശ്രയിച്ചാൽ ജന്മസാഫല്യം നിശ്ചയമായും സംഭവിക്കും എന്ന ഒരു ഉറപ്പ് തോന്നുക, തോന്നിക്കിട്ടിയാൽ അത് വലിയ അനുഗ്രഹമാണ്. ശ്രദ്ധ ഉണർത്താൻ വേണ്ടി അനവധി ആഖ്യാനങ്ങൾ, കഥകൾ ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട കഥയാണ് ഗജേന്ദ്ര മോക്ഷ കഥ. ശ്രീമദ് ഭാഗവതം അഷ്ടമസ്കന്ധത്തിലാണ് തുടക്കത്തിൽ ഗജേന്ദ്ര മോക്ഷ കഥ പ്രതിപാദിച്ചിരിക്കുന്നത്. ദശലക്ഷണങ്ങളിൽ മന്വന്തരം എന്ന ലക്ഷണമാണ് അഷ്ടമസ്കന്ധത്തിലൂടെ അനാവൃത്തമാകുന്നത്. ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം 14 മനുക്കൾ വന്നുപോകും. ഓരോ മനുവിൻ്റെ കാലത്തും സപ്തർഷികൾ വ്യത്യസ്തരായിരിക്കും, ദേവേന്ദ്രൻ വ്യത്യസ്തനായിരിക്കും, പ്രജാപതിമാർ വ്യത്യസ്തരായിരിക്കും. ഓരോ മന്വന്തരത്തിലും അവതാരങ്ങളും ഉണ്ടാവും. 8ാമത്തെ സ്കന്ധത്തെ സദ്ധർമ്മസ്കന്ധം എന്നും വിശേഷിപ്പിക്കും. മന്വന്തരം എന്ന സ്കന്ധത്തെ സദ്ധർമ്മസ്കന്ധം എന്നും വിശേഷിപ്പിക്കും. ഭഗവത് സ്മരണം കൊണ്ട് അതൊരു ധർമ്മം. ഗജേന്ദ്രൻ രക്ഷപ്പെടുന്ന കഥ. ദാനധർമ്മം കൊണ്ട് ബലി ചക്രവർത്തി മഹാബലിയായി ആദരിക്കപ്പെടുന്ന കഥ. ഭഗവാൻ വാമനമൂർത്തിയായി വന്ന് ബലി ചക്രവർത്തിയെ അനുഗ്രഹിക്കുന്ന കഥ. പ്രതിജ്ഞാപൂരണ ദൗത്യം നിർവഹിക്കുന്ന മത്സ്യാവതാരമൂർത്തിയുടെ കഥ. ഇങ്ങനെ വിവിധ ധർമ്മങ്ങൾ അനുസരിക്കുന്നത് കൊണ്ട് എപ്രകാരം അനുഗ്രഹീതമാവുന്നു. പരീക്ഷിത് മഹാരാജാവ് സ്വയംഭൂമനുവിൻ്റെ വംശചരിതം വിസ്തരിച്ച് കേട്ടതിൽ തുഷ്ടനായി മറ്റ് മനുക്കളുടെ ചരിത്രവും കൂടി പറഞ്ഞു തരണം, അനുബന്ധമായി അവതാര കഥകൾ ഉണ്ടാവുമല്ലോ എന്ന് പ്രാർത്ഥിച്ചു. ശ്രീ ശുകബ്രഹ്മർഷി അഗ്നിപുത്രനായ സ്വാരോചിഷൻ 2ാമത്തെ മനു, പ്രിയവ്രതൻ്റെ പുത്രനായിട്ടുള്ള ഉത്തമനാണ് 3ാമത്തെ മനുവായിട്ട് വരുന്നത്. ഉത്തമൻ്റെ സഹോദരനാണ് താമസൻ, 4ാമത്തെ മനു. ഈ താമസ മനുവിൻ്റെ കാലത്താണ് ഹരിമേധസിൻ്റെ ഭാര്യയായ ഹരിണിയിൽ ഹരി എന്ന പേരിൽ ഭഗവാൻ അവതാരത്തെ ചെയ്യുന്നത്. ഈ ഹരിയാണ്, ഭഗവത് അവതാരമായിട്ടുള്ള ഹരിയാണ് ഗജേന്ദ്രനെ രക്ഷിക്കുന്നത് എന്ന് ആമുഖമായി പറഞ്ഞ് ആ കഥ വിസ്തരിക്കാൻ ആരംഭിക്കുന്നു. ഗജേന്ദ്ര കഥ കേൾക്കണം എന്ന് പരീക്ഷിത് മഹാരാജാവ് ആവശ്യപ്പെട്ടതനുസരിച്ച് കഥ പറയുന്നു. ആസീത് ഗിരിവരോ രാജൻ ത്രികൂട ഇതി വിശ്രുതഃ ക്ഷീരോദേനാവൃത ശ്രീമാൻ യോജനായുതമുച്ഛ്രിതഃ. ക്ഷീരസാഗരമധ്യത്തിൽ 10,000 യോജന ഉയരമുള്ള മനോഹര പർവ്വതം ത്രികൂടം എന്ന പേരിലുണ്ടായിരുന്നു. ഇതിന് ഇത്ര തന്നെ ചുറ്റളവും ഉണ്ടായിരുന്നു. 3 ശിഖരങ്ങളാണ് ത്രികൂട പർവ്വതത്തിന്. യഥാക്രമം ഇരുമ്പ്, വെള്ളി, സ്വർണം. ഈ നിറങ്ങളിലുള്ള പർവ്വതം സൂര്യപ്രകാശം കൊണ്ട് വെട്ടിത്തിളങ്ങും. ധാരാളം രത്നങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ധാതുലവണങ്ങളെ കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുന്നു ഈ പർവ്വതങ്ങൾ. നാനാജാതി വൃക്ഷലതാദികളൊക്കെ ഉണ്ട്.
വളരെ കേമമായി പ്രകൃതി മനോഹാരിത അവിടെ വർണ്ണിച്ചിട്ടുണ്ട്. ആ പർവ്വതത്തിൻ്റെ താഴ്വാരത്തിൽ ഋതുമത്ത് എന്ന പേര് കേട്ട ഒരു വരുണ ഉദ്യാനം, ആ ഉദ്യാനത്തിൽ പ്രശസ്തനായ ഒരു ഗജേന്ദ്രനുണ്ടായിരുന്നു. അവിടുത്തെ സകല ജീവികൾക്കും, സൗമ്യരായിട്ടുള്ള ജീവിവൃന്ദത്തെ സംബന്ധിച്ചിടത്തോളം അഭയമായിരുന്നു ഈ ഗജേന്ദ്രൻ. ക്രൂരമൃഗങ്ങൾക്ക് അങ്ങേയറ്റം ഗജേന്ദ്രനെ ഭയമായിരുന്നു. അങ്ങനെ ഈ ഗജേന്ദ്രൻ ഒരു രക്ഷകനെ പോലെ, ശിക്ഷ നൽകേണ്ടവർക്ക് ശിക്ഷ നൽകുന്നവനെ പോലെ അങ്ങനെ വിരാജിക്കുകയായിരുന്നു. കരുത്തുണ്ട്, അംഗീകാരമുണ്ട്, കുശലതയുണ്ട്, കരുണയുള്ളവനുമാണ്. ഘൃണീ, കരുണയുള്ളവനുമായിരുന്നു ഈ ഗജേന്ദ്രൻ. ഒരിക്കൽ വളരെ കടുത്ത ഒരു വെയിലുള്ള ദിവസം എല്ലാവർക്കും വലിയ ക്ഷീണം തോന്നി, ദാഹം തോന്നി. എപ്രകാരമാണോ ഒരു ഗൃഹസ്ഥാശ്രമി ഗൃഹത്തിലുള്ളവരുടെ കാര്യമൊക്കെ ശ്രദ്ധിക്കുന്നു എന്ന് മിഥ്യാഭിമാനം പുലർത്തിപ്പോകുന്നത്, അതൊരു അപകടം സംഭവിക്കും. ഈ അഭിമാനങ്ങളെ ഒഴിവാക്കാനാണ് ആശ്രമധർമ്മം പാലിക്കേണ്ടത്. പക്ഷേ തിരിച്ചായി പോകുന്നു പറയാം. ഇതുപോലെ ഗജേന്ദ്രൻ സകല പിടിയാനകൾക്കും കുട്ടികൾക്കുമൊക്കെ താനാണ് ആശ്രയം, അഭയം. അവയെയൊക്കെ കൊണ്ട് അവിടെ മനോഹരമായ ഒരു സരസ്സുണ്ട്. ധാരാളം താമരകളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നു. താമരകളിൽ തട്ടിയ കാറ്റ് ഒഴുകിയെത്തിയപ്പോൾ അതിൻ്റെ ഗന്ധത്താൽ വല്ലാത്തൊരു ഉന്മത്തത ഉണ്ടായി. ഗജേന്ദ്രൻ സകല പിടിയാനകളെയും കുട്ടികളെയും ഒക്കെ കൂട്ടി ഈ സരസ്സിലേക്ക് ചെന്നു. ഈ സരസ് താമരപ്പൊയ്കയിൽ ചെന്ന സമയത്ത് ശുദ്ധജലം കണ്ടപ്പോൾ വലിയ ആവേശമായി. വെള്ളം വേണ്ടത്ര കുടിച്ചു. അത് കഴിഞ്ഞ് കുളിച്ചു, കളിച്ച് കൊണ്ടിരിക്കുകയായിരുന്നു. പരസ്പരം വെള്ളം ചീറ്റിയുമൊക്കെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു അപകടം കണ്ടില്ല. തം തത്ര കശ്ചിൻ നൃപദൈവ ചോദിതോ ഗ്രാഹോ ബലീയാൻ ചരണേരുഷാഗ്രഹീത് യദൃച്ഛൈവം വ്യസനം ഗതോ ഗജോ യഥാബലം സോതി ബലോ വിചക്രമേ. ഗജേന്ദ്രന്റെ കാലിൽ ഒരു മുതല വളരെ ക്രോധത്തോടെ കടിച്ചു. ഗജേന്ദ്രന്റെ ഒരു ഗാംഭീര്യത്തിന് മുന്നിൽ മുതലയുടെ ആ ഒരു പിടി, അത് കടിച്ചു പിടിക്കുകയായിരുന്നു കാല്. അതത്ര വലിയൊരു അത്ര ക്രൂരമായിട്ടും ഭീകരമായിട്ടൊന്നും തോന്നിയില്ല. കുടഞ്ഞ് കളഞ്ഞ് രക്ഷപ്പെടാൻ നോക്കി, സാധിച്ചില്ല. ഇതെന്താ ഇപ്പം അത്ര ബലമായിട്ട് എന്താ പിടിച്ചത് എന്നിങ്ങനെ ഒന്നുകൂടി ഉത്സാഹിച്ചു, വിജയിച്ചില്ല. മറ്റ് ആനകളൊക്കെ സഹായത്തിനെത്തി, പിടിയാനകൾക്കൊന്നും സാധിച്ചില്ല. ഒടുവിൽ പിടിയാനകളൊക്കെ പിടിവിട്ട് ഇനിയിപ്പോ ഈ ഗജേന്ദ്രനെ രക്ഷിക്കാൻ തങ്ങൾക്ക് സാധിക്കില്ല, തൽക്കാലം അവരവരുടെ രക്ഷ നോക്കന്നെ എന്ന് അവര് തിരിച്ചുപോയി. കഥ പുരോഗമിക്കുന്നത് 1000 വർഷത്തോളം മുതലയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഗജേന്ദ്രൻ ഉദ്യമിച്ചു. ക്രമേണ ഗജേന്ദ്രന്റെ ശരീരശക്തി കുറഞ്ഞു തുടങ്ങി, ഇന്ദ്രിയ കരുത്ത് അടങ്ങി, ഉത്സാഹം ശമിച്ചു. പകരം മുതലയ്ക്കാവട്ടെ വെള്ളത്തിലാണ് എന്നതിൻ്റെ ഒരു
സൗകര്യവും കരുത്തും വർദ്ധിച്ചു വർദ്ധിച്ചു വരികയുണ്ടായത്. ഈ അധ്യായത്തിൻ്റെ പേര് വളരെ അന്വർത്ഥമായ ഒരു പേരാണ് നൽകപ്പെട്ടിട്ടുള്ളത്. ആപത്സു ഹരിസ്മരണ പ്രകരണാർത്ഥ നിരൂപണം. ആപത്തി കിം കരണീയം, ആപത്ത് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഹരിയെ സ്മരിക്കൂ എന്നൊരു ആഹ്വാനം. ഈ ഹരിസ്മരണം ആപത്തിൽ നിന്ന് രക്ഷയ്ക്ക് സഹായകമാകും. ഈ സന്ദേശമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഗജേന്ദ്രന് യാദൃച്ഛികമായി പൂർവജന്മ സംസ്കാര സ്മൃതി ഉണ്ടായി. ഇപ്പൊ പൂർവജന്മത്തിൽ എന്തൊക്കെയോ ഗജേന്ദ്രൻ നേടിയെടുത്തിട്ടുണ്ട്. ആ സംസ്കാരത്തിൻ്റെ ഓർമ്മയുണ്ടായി. അങ്ങനെ ഗജേന്ദ്രൻ ഹരിയെ സ്മരിച്ചു സ്തുതിക്കാൻ ആരംഭിച്ചു. ഇങ്ങനെയാണ് കഥ പുരോഗമിക്കുന്നത്. ഈ കഥയെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരവസ്ഥയെയാണ് ചിത്രീകരിക്കുന്നത് എന്നും ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ലക്ഷ്യപ്രാപ്തി മുൻനിർത്തി ജീവിതത്തെ ആസൂത്രണം ചെയ്താൽ എങ്ങനെയാണ് ഭഗവത് അനുഗ്രഹം പ്രാപ്തമാവുക, ഇക്കാര്യവും ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. ത്രികൂട്ട പർവ്വതമെന്നും 3 ലോഹങ്ങളെ കൊണ്ട് അതിൻ്റെ ശിഖരങ്ങൾ അലങ്കൃതമാണ് എന്നുമൊക്കെയുള്ള പാഠങ്ങളെ ത്രിഗുണാത്മകമായ പ്രപഞ്ചത്തെ പ്രതിപാദിക്കുന്നു. ഈ സരസ് എന്ന് പറയുന്നത് സംസാര സാഗരമാണ്. ഈ പ്രകാരമൊക്കെ അന്വയിച്ച് മനസ്സിലാക്കാം. ആളുകളോട് കുശലം ചോദിക്കാറുണ്ട് നമ്മൾ. മലയാളികളെ കുറിച്ച് ഒരു ആക്ഷേപം പറയും. തോർത്തുമുണ്ടൊക്കെ എടുത്ത് എണ്ണയൊക്കെ തേച്ച് അങ്ങനെ പോകുന്ന സമയത്ത് അവരോട് നമ്മൾ ചോദിക്കുക, കുളിക്കാൻ പോവുകയല്ലേ എന്ന് ചോദിക്കും. ചോദിക്കാതെ തന്നെ അറിയാലോ, പിന്നെ എന്തിനാ ചോദിക്കണേ എന്നൊരു ചോദ്യം മലയാളികളെ കളിയാക്കിക്കൊണ്ട് നിലവിലുണ്ട്. പക്ഷേ ഇവിടെ ഗജേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കുളിക്കാൻ പോവുകയാണ്, കളിക്കാൻ പോവുകയാണ്, ദാഹശമനത്തിന് വേണ്ടി പുറപ്പെട്ടിരിക്കുക. പല ആളുകളും തങ്ങളുടെ കർമ്മവാസനാബലം ജീവിതത്തെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു, അതിന് പുറത്തു കടക്കാൻ ഉദ്യമിക്കേണ്ടതുണ്ട് എന്ന ബോധ്യമില്ലാതെ വാസനയ്ക്ക് വിധേയരായി പോകുന്ന സമയത്ത് ഗജേന്ദ്ര കഥയുടെ പശ്ചാത്തലത്തിൽ അവരോട് ചോദിക്കാം, കുളിക്കാൻ പോവുക അല്ലേ എന്ന് പറഞ്ഞാൽ വാസനാനുസൃതം ഭോഗ കയത്തിൽ മുങ്ങി താഴാൻ പോവുക അല്ലേ? അങ്ങനെ പെട്ടുപോവരുതേ. ഭഗവത്ഗീതയുടെ ഉത്തമമായ ആഹ്വാനത്തെക്കുറിച്ച് പറയുമ്പോൾ 8-ാം അധ്യായത്തിൽ നിരന്തരം ഭഗവത് സ്മരണയെ ചെയ്യാനുള്ള നിർദ്ദേശമുള്ളത് ഉദ്ധരിക്കാറുണ്ട്. തസ്മാത്, അതുകൊണ്ട്, സർവേഷു കാലേഷു, എക്കാലത്തും, മാം അനുസ്മര, എന്നെ ഓർത്തുകൊണ്ട്, യുദ്ധ്യ ച, അടരാടുകയും ചെയ്യുക. ഇവിടെ ഏത് പ്രകാരത്തിലുള്ള യുദ്ധത്തെയാണ് വിധിച്ചത് എന്ന അന്വേഷണത്തിന് വകയുണ്ട്. സാർവകാലിക പ്രസക്തമായ ഒരു യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കണം. കുരുക്ഷേത്ര യുദ്ധം എന്നത് കാലികമാണ്. ഇവിടെ സർവേഷു കാലേഷു എന്ന് പറഞ്ഞതുകൊണ്ട് എക്കാലവും പ്രസക്തമായ ഏതൊരു യുദ്ധം, വ്യാഖ്യാതാക്കൾ പറഞ്ഞു തരുന്നത് സാർവകാലിക പ്രസക്തിയുള്ള യുദ്ധം എന്ന് പറയുന്നത് അവരവരിലെ രാഗദ്വേഷങ്ങളോട് ഇഷ്ടാനിഷ്ടങ്ങളോട് അവശ്യം നിർവഹിക്കേണ്ടുന്ന യുദ്ധമാകുന്നു
എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു യുദ്ധത്തിൽ ഭഗവാന്റെ നിരന്തര സ്മരണ അത് പ്രധാനമാകുന്നു. അതുകൊണ്ട് മറ്റുള്ളവരുടെ വാസനാനുസൃത വ്യാപാര വിശേഷങ്ങളെക്കുറിച്ച് കുളിക്കാൻ പോവുക അല്ലേ എന്ന് ചോദിക്കുന്നത് ഒരു ഓർമ്മപ്പെടുത്തലാവും. നമുക്ക് സ്വയം ഓർമ്മിക്കാനും സൗകര്യമാവും. ഹരിസ്മരണ ഉണ്ടായിക്കോട്ടെ കേട്ടോ എന്നും ഗജേന്ദ്ര കഥ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ഓർമ്മിപ്പിക്കാം. ഹരിസ്മരണ അതുകൊണ്ട് ഗജേന്ദ്രൻ രക്ഷപ്പെടുന്നു. പൂർവജന്മ സംസ്കാര സ്മൃതി കൊണ്ട് അനുഗ്രഹീതനായ ഗജേന്ദ്രൻ നമാമി മേ ജ്ഞാതയ ആതുരം ഗജാഃ കുതഃകരിണ്യ പ്രഭവന്തി മോചിതം ഗ്രാഹേണ പാശേന വിധാതുരാവൃതോപി അഹം ച തം യാമി പരംപരായണം. എന്നെ രക്ഷിക്കാൻ ഈ പിടിയാനകൾക്ക് എവിടെ സാധിക്കാൻ? തീർച്ചയായിട്ടും അവയ്ക്കൊന്നും സാധിക്കില്ല. കാരണം ഈ മുതലയുടെ പിടുത്തത്തിന്റെ പിറകിൽ വലിയൊരു കർമ്മ സംസ്കാര സ്വാധീനമുണ്ട്. ഇത് വിധിവശാൽ സംഭവിച്ചതാണ് എന്ന് പറഞ്ഞാൽ ഒരു യാദൃച്ഛികതയല്ല. മുതലയുടെ പിടുത്തത്തിന് പിറകിൽ, അതിന് പിറകിൽ ജന്മജന്മാന്തര കർമ്മവാസനകളുടെ സ്വാധീനമുണ്ട്. ഈ വസ്തുത കൊണ്ടാണ് ഭാഗവത പഠിതാക്കൾ പ്രശസ്തമായ ഒരു പ്രാർത്ഥന പുലർത്താറുള്ളത്. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാത്. പിന്നെ ഭവസാഗരത്തിൽ നിന്ന് ഉദ്ധരിക്കണമേ ഭഗവാനെ. സംസാരസാഗരേ മഗ്നം, സംസാരസാഗരത്തിൽ ഞാൻ ആമഗ്നനായിരിക്കുന്നു. ഇവിടെ ആകട്ടെ കർമ്മമാകുന്ന മുതല പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രാർത്ഥനയുടെ അതിസുന്ദരമായ ചിത്രീകരണമാണ്, പിക്ചറൈസേഷനാണ് ഗജേന്ദ്രമോക്ഷ കഥയിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കഥയും കാതലായ കാര്യവും ആലോചിച്ച് നമുക്ക് പ്രാർത്ഥനയെ കൂടുതൽ സാർത്ഥകമാക്കാൻ സാധിക്കും. ഗജേന്ദ്രൻ സംസാര സങ്കട പരിഹാരത്തിനായിക്കൊണ്ട് ഹരിപാദ സ്മരണ സേവ അസ്ത്രം അത് പ്രയോജനപ്പെടുത്തുന്നു. കാലസർപ്പഭീതി കൊണ്ട് തന്നെ ശരണം പ്രാപിക്കുന്നവരെയൊക്കെ രക്ഷിക്കാൻ സമർത്ഥരായ ഹേ പ്രഭോ അന്തകാന്തക, ഞാനിതാ അങ്ങേ ശരണം പ്രാപിക്കുന്നു എന്നാണ് ഗജേന്ദ്രൻ തൊഴുത് പ്രാർത്ഥിക്കുന്നത്. ഏവം വ്യവസിതോ ബുദ്ധ്യ സമാധായ മനോഹൃതി ജജാപ പരമം ജാപ്യം പ്രാഗ്ജന്മനി അനുശിക്ഷിതം. ഇവിടെ ഗജേന്ദ്രന്റെ ബുദ്ധി ഏകാഗ്രമായി. ഈ വിഷയം ഭഗവത്ഗീത 2-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഭോഗ തത്പരത ഏറെ സ്വാധീനിച്ചിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ബഹുശാഖാഹ്യനന്താശ്ച ബുദ്ധയോ അവ്യവസായിനാം. അവരുടെ ബുദ്ധി ഏകാഗ്രമായിരിക്കില്ല, ബഹുപ്രകാരത്തിലുള്ള താല്പര്യങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടിരിക്കും. ഇവിടെ വ്യവസായാത്മികാ ബുദ്ധി, ഇവിടെ ബുദ്ധി ഏകാഗ്രമായി അത് ഭഗവത് സ്തുതിയിൽ ഇപ്പോൾ ആമഗ്നമായിരിക്കുന്നു. ഭഗവത്ഗീത 6-ാം അധ്യായത്തിൽ അർജുനന്റെ വ്യാകുലതയേറിയ ചോദ്യത്തിന് ഭക്തവത്സലനായ ഭഗവാൻ മറുപടി പറയുന്നുണ്ട്. നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. കല്യാണമാർഗത്തിൽ ചരിക്കുന്നവർക്ക് യാതൊരു ദുർഗതിയും ഉണ്ടാവില്ല പാർത്ഥ എന്ന് പറയുന്നുണ്ട്.
ഇപ്പം എങ്ങനെയാണ് ഭഗവത് അനുസ്മരണത്തിൽ മുഴുകിയ ഒരാൾ ഭഗവത് പ്രാപ്തിക്ക് മുമ്പ് ദേഹവിയോഗം നേരിടേണ്ടി വന്നാൽ അയാളെ എങ്ങനെയാണ് ഭഗവാൻ രക്ഷിക്കുക? പറയണു, നഹി കല്യാണകൃത്കശ്ച ദുർഗതിം താത ഗച്ഛതി പൗർവദേഹികാം ബുദ്ധി സംയോഗം ലഭതേ. പുതിയ ജന്മം എവിടെ എങ്ങനെയൊക്കെ എടുക്കാൻ പോകുന്നു എന്നുള്ളത് ചെയ്തു വന്ന ഭഗവത് ആശ്രയത്വത്തിനനുസരിച്ച് നിശ്ചയിക്കപ്പെടും. ഇതാണ് ശ്രദ്ധേയമായ വാഗ്ദാന അനുഗ്രഹം. ഗജേന്ദ്രന്റെ കാര്യത്തിൽ അത് സംഭവിച്ചു. പൂർവാഭ്യാസ വാസനാബലം പൊടുന്നനെ ഗജേന്ദ്രന് ഓർമ്മ വന്നു. അങ്ങനെ ഗജേന്ദ്ര ഉവാച, ഗജേന്ദ്രന്റെ ഭഗവത് സ്തുതി അതിഗംഭീരമാണ്. ശ്ലോകങ്ങളിലൂടെ നമുക്ക് കടന്നു പോവാം. സമയം ചിട്ടപ്പെടുത്തി പറയുന്നതിന് പകരം ശ്ലോകങ്ങളെ ആസ്വദിച്ചങ്ങനെ പോവാം. സമയം തീരാറാവുമ്പോൾ ആ സമയത്ത് ഹരി വന്നു രക്ഷിച്ചു എന്ന് പറയാം. ഓം നമോ ഭഗവതേ തസ്മൈ യതഃ ഏതത് ചിതാത്മകം പുരുഷായ ആദിബീജായ പരയേശായ അഭിധീമഹി. അങ്ങയെ ഞാൻ ധ്യാനിക്കുന്നു. എന്താ ഭഗവാന്റെ വിശേഷം? ഭഗവതേ തസ്മൈ യത ഏതത് ചിതാത്മകം, യാതൊരു ആദി പുരുഷനിൽ നിന്ന്, ആദി ബീജത്തിൽ നിന്ന്, പര ഈശ്വരനിൽ നിന്ന്. പുരുഷ ശബ്ദം കൊണ്ട് പ്രപഞ്ച കാതലാണ് ഭഗവാൻ എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ബീജശബ്ദം ഭഗവത്ഗീതയിൽ പ്രയോഗിച്ചിട്ടുണ്ട്. പ്രതിപാദനം ഇതാണ്: ബീജം മാം സർവഭൂതാനാം വിദ്ധി പാർത്ഥ സനാതനം. സകല ഭൂതജാലങ്ങൾക്കും കാരണമായ വിത്താണ് ഭഗവാൻ. സനാതനം എന്ന വിശേഷണത്തെ ആചാര്യസ്വാമികൾ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, എത്രയെത്ര പ്രപഞ്ചങ്ങൾ ഉദ്ഭവിച്ചു വിലയിച്ചാലും ബീജശേഷിക്ക് ഒട്ടും കുറവുണ്ടാവില്ല. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾക്ക് കാരണമാണ് ഭഗവാൻ. ബീജം മാം സർവഭൂതാനാം വിദ്ധി പാർത്ഥ സനാതനം. അങ്ങനെയുള്ള ബീജ സ്വരൂപനാണ് ഭഗവാൻ. ആ ഭഗവത് തത്വത്തിൽ നിന്നാണ് പ്രപഞ്ചം മുഴുവൻ ആവിർഭൂതമാകുന്നത്. പ്രപഞ്ചം വൃക്ഷമാണെങ്കിൽ അതിൻ്റെ വിത്താണ് ഭഗവാൻ. ഈ പ്രകാരം സാരസത്തയാണ് ഭഗവാൻ എന്ന് പുരുഷ ശബ്ദം കൊണ്ട്. സകല പ്രപഞ്ചത്തിനും ആദിയായിട്ടുള്ളവൻ. പരേശൻ എന്ന് പറഞ്ഞാൽ ദേശ കാല വസ്തു അതീത തത്വം. ഇങ്ങനെയൊക്കെ ഭഗവാനെ ചിന്തിക്കാൻ ഗജേന്ദ്രന് സാധിച്ചെങ്കിൽ എത്രമേൽ തീവ്രമായൊരു ശാസ്ത്രബോധ സംസ്കാരം നേരത്തെ നേടിയെടുത്തിട്ടുണ്ട് എന്ന് ചോദിക്കുക. പറയുമ്പോൾ 1000 ആണ്ട് കാലത്തോളം ആനയായി അഭിമാനിയായി വർത്തിച്ചു. അതൊന്നും ആ ഒരു ശാസ്ത്രാഭ്യാസ ബലത്തെ കളങ്കപ്പെടുത്തിയില്ല. ഇത് നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? ആവോളം ഭഗവത് ആരാധനാ വാസനാബലം ശേഖരിച്ചോളുക. നേരത്തെയുള്ള വാസനാബലം കൊണ്ട് ഇത്തിരിയൊക്കെ അങ്ങടും ഇങ്ങടും ഒക്കെ തെന്നിപ്പോയാലും ദയവേത് സ്വയം ശപിക്കാതിരിക്കുക. യതോ യതോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം
ആത്മന്യേവ വശം നയേത് തതസ്തതോ നിയമേതത് ആത്മന്യേവ വശം നയേത്. അഭ്യാസപ്രകാരത്തെ ഭഗവത്ഗീത 6-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നിടത്ത് ഏതേത് വിഷയങ്ങളിലേക്ക് തെന്നി പോകുന്നുവോ അതിന് കാരണം എന്തായിരിക്കും? രാഗദ്വേഷ സ്വാധീനം കൊണ്ടായിരിക്കും. അങ്ങനെ തെന്നിപ്പോയാലും അതാത് വിഷയങ്ങളെ വിശകലനം ചെയ്ത് അവിടെ നിന്ന് ആത്മാവിലേക്ക്, ആത്മബോധ്യത്തിലേക്ക്, ശാസ്ത്ര ചിന്തനത്തിലേക്ക്, ഗുരുപ്രസാദത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഉദ്യമിച്ചോളുക. അതുകൊണ്ട് അനുസൃതമായ ഒരു അനുഷ്ഠാന പദ്ധതി ഉറപ്പാക്കുക. വാസനാബലം നമ്മളെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ വലിച്ചഴയ്ക്കും എന്ന് വന്നേക്കാം. അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുകയേ വേണ്ട. കാരണം ഭഗവാൻ ഇനി അഥവാ മരിച്ചു പോയാൽ പോലും ചെയ്തു വന്ന സാധനാനുഷ്ഠാനങ്ങൾ വിഫലമാവില്ല എന്ന് സുവ്യക്തം വാഗ്ദാനം നൽകിയിട്ടുണ്ട്. നമേ ഭക്ത പ്രണശ്യതി വാസുദേവ ഭക്താനാം ക്വചിത് അശുഭം ന വിദ്യതേ. വാസുദേവ ഭക്തന്മാർക്ക് ഒരിക്കലും അശുഭം ഉണ്ടാകില്ല എന്നൊക്കെ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഏതൊക്കെ പ്രകാരത്തിൽ ആശ്രയിക്കാമോ വിഷ്ണു സഹസ്രനാമം ചൊല്ലിയിട്ട് ആശ്രയിക്കുക. അത് വളരെ പ്രബലമായ ഒരു ആശ്രയിക്കൽ തന്നെയാണ്. 100,000 ചിന്തകളുടെ ഒരു വ്യക്തമായ ഗതിയുമില്ലാത്ത പ്രയാണം കൊണ്ട് നമ്മുടെ മനസ്സ് കലുഷിതമായേക്കാം. പക്ഷേ വിഷ്ണു സഹസ്രനാമ പാരായണ നിഷ്ഠയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഭഗവത് അനുഗ്രഹം കൊണ്ട് ക്രമേണ മനസ്സിന്റെ ബഹുമുഖ ഗതികളെ നിയന്ത്രിക്കാൻ സാധിക്കും. കൊച്ചുകുട്ടികളൊക്കെ വിഷ്ണു സഹസ്രനാമം ചൊല്ലി അതൊരു സാധനയാക്കി എടുത്ത് വളർന്നു വരുന്നു എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഭഗവത് ആശ്രയത്വത്തിൻ്റെ വലിയൊരു മൂലധന നിക്ഷേപം നടത്തിക്കഴിഞ്ഞു എന്ന് ആശ്വസിക്കാവുന്നതാണ്. അവർ ചെയ്യുന്നത് എന്തെന്ന് അവരിപ്പോൾ അറിയുന്നില്ല എന്നുള്ളതൊരു കുറവേ അല്ല, മറിച്ച് ചെയ്യുന്നത് ഭഗവാൻ തീർച്ചയായിട്ടും പരിഗണിക്കും എന്ന് നമുക്ക് ആശ്വസിക്കാം. അതിനെക്കുറിച്ച് അവരോട് പ്രേരണ നൽകി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം. യസ്മിന്നിതം യതശ്ചേദം യേനേദം യയിദം സ്വയം യോസ്മാത് പരസ്മാച്ച പരസ്തം പ്രപദ്യേ സ്വയംഭുവം. സ്വയംഭൂവിനായിക്കൊണ്ട് പ്രണാമം. ഭഗവാൻ സ്വയംഭൂവാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓരോന്നിൻ്റെ കാരണത്തെ അന്വേഷിച്ച് ചെന്നാൽ അതിന് കാരണം മറ്റൊന്ന്, അതിന് കാരണം മറ്റൊന്ന്, അങ്ങനെ ഉണ്ടാവും. ഒടുവിൽ ഭഗവാനിൽ എത്തിച്ചേർന്നാൽ പക്ഷേ ഭഗവാൻ ഒരു കാരണം ഇല്ല തന്നെ. സർവേശ്വരനൊരു കാരണമില്ല. ആചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിൽ ഏകമേവ സതനേക കാരണം കാരണാന്തര നിരാസ കാരണം കാര്യകാരണ വിലക്ഷണം സ്വയം ബ്രഹ്മതത്വമസി ഭാവയാത്മനി എന്ന് അനുസന്ധാന പ്രകാരം, ധ്യാനപ്രകാരം ഉപദേശിക്കുന്നുണ്ട്. എന്താ ചിന്തിക്കേണ്ടത്? വൈവിധ്യമാർന്ന പ്രപഞ്ച പ്രതിഭാസങ്ങൾക്ക് മുഴുവൻ കാരണമായ കാതലായ തത്വത്തെ തേടൂ. അങ്ങനെ അന്വേഷിച്ച് എന്നാൽ എന്താ മനസ്സിലാവുക? ഏകമേവ സദനേക കാരണം. സകലത്തിനും കാരണമായി ഏകമായ ഒരു തത്വം. അതിൻ്റെ സവിശേഷത എന്താ? കാരണാന്തര നിരാസ കാരണം. ആ കാരണം മറ്റു കാരണങ്ങളെയൊക്കെ നിരാകരിക്കുന്നു. പക്ഷെ ആ കാരണമാകട്ടെ കാര്യവുമല്ല, ഒന്നിൻ്റെയും കാര്യമാവുന്നില്ല. അതുകൊണ്ട് കാരണസ്വരൂപമാണ്. ട്രൂലി സ്പീക്കിംഗ് എന്നാണ് ശങ്കരാചാര്യർ പറയുന്നത്.
അത് ഈവൻ കാരണവും അല്ല. പ്രപഞ്ച പ്രതിഭാസങ്ങൾ വാസ്തവമാണെങ്കിലല്ലേ ആ കാര്യപ്രപഞ്ചത്തിനൊരു കാരണം വേണ്ടു. കാരണതത്വത്തിന്റെ വിവർത്തമാണ് പ്രപഞ്ചമെങ്കിൽ സ്വസ്വരൂപം അപരിത്യജ്യ രൂപാന്തര ആപത്തി, സ്വന്തം സ്വരൂപത്തെ കൈവെടിയാതെ മറ്റൊന്നായി പ്രതിഭാസിക്കുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിന് വാസ്തവികതയില്ല എന്നുള്ളത് കൊണ്ട് അതിനൊരു കാരണം ആവശ്യമില്ല. പാമ്പിന് കാരണം കയറാണ്, പക്ഷേ ഒരിക്കൽ പാമ്പ് ഉണ്ടായിരുന്നില്ല, അത് പ്രതീതി മാത്രമായിരുന്നു എന്നറിയുമ്പോൾ കയറിൻ്റെ സർപ്പകാരണത്വം പാമ്പിന് കാരണമാണെന്ന ഭാവം സ്വാഭാവികമായിട്ട് നിരാകരിക്കപ്പെടില്ലേ? ഏകമേവ സദനേക കാരണം കാരണാന്തര നിരാസ കാരണം കാര്യകാരണ വിലക്ഷണം സ്വയം. അങ്ങനെയുള്ള ബ്രഹ്മതത്വമാണ് എന്ന് മനസ്സിലാക്കിയാലും ഇത് ആവോളം ഏവർക്കും അകത്തേക്ക് ഊളിയിട്ടിറങ്ങാനുള്ള ഉത്സാഹത്തിൽ പ്രയോജനപ്പെടുത്താവുന്ന സൂചനയാണ്. ആ അർത്ഥത്തിൽ ഇവിടെ പറയുന്നു സ്വയംഭുവം. പക്ഷേ ഈ ഭഗവാൻ യസ്മിന്നിദം, യാതൊന്നിൽ ഈ പ്രപഞ്ചം പരിലസിക്കുന്നുവോ ആധാരസ്വരൂപനാണ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ. യതശ്ചേതം, ഈ പ്രപഞ്ചത്തിന്റെ നിമിത്ത കാരണമാണ് ഭഗവാൻ. സർവജ്ഞനും സർവശക്തനും സൃഷ്ടി നിർവഹിക്കാനുള്ള അറിവും കഴിവും ശക്തിയും ഒക്കെയുള്ള പ്രഭുവാണ് ഭഗവാൻ. പിന്നെയോ ഏനേദം, യാതൊന്നാണോ ഈ പ്രപഞ്ചമായി പരിലസിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉപാദാന കാരണം, കുടത്തിന് കളിമണ്ണ് എന്ന പോലെ. നിമിത്ത കാരണം എന്ന് പറഞ്ഞാൽ കുടത്തിന് കുലാലൻ അല്ലെങ്കിൽ കുട ഉണ്ടാക്കണ ആള് എന്ന പോലെ. ഭഗവാൻ ഈ പ്രപഞ്ചത്തിന്റെ അഭിന്ന നിമിത്ത ഉപാദാന കാരണമാണ്. ഈ പ്രപഞ്ചത്തിലുടനീളം വ്യാപിച്ചിരിക്കുന്ന സത്തഭഗവാനാണ് പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായ സർവജ്ഞനും സർവശക്തനും ഭഗവാനാണ്. എന്നാൽ യോസ്മാത് പരസ്മാച്ച പരസ്തം, ഇതിനൊക്കെ അതീതനുമാണ് ഭഗവാൻ, അകാരണ സ്വരൂപിയുമാണ് ഭഗവാൻ. ഭഗവാനിൽ ദേശകാല വ്യത്യസ്തതകളൊന്നുമില്ല. ഇപ്പം നമ്മൾ ഇരുന്ന് ധ്യാനിക്കുന്നത് ദേശകാല അനുഭവ വസ്തുവൈവിധ്യ പശ്ചാത്തലത്തിലായിരിക്കാം. പക്ഷേ അങ്ങനെ ദേശകാല അനുഭവ വൈവിധ്യ പശ്ചാത്തലത്തിൽ ഇരിക്കുമ്പോഴും ഇതിൻ്റെയൊക്കെ സാരസത്തെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ എല്ലാ പ്രകടനങ്ങളും നിരാകൃതമാവുന്നു. അതിനൊക്കെ അപ്പുറത്തുള്ള ഏകസാരത്തിൽ ദൃഷ്ടി ഉറപ്പിക്കാൻ സാധിക്കുന്നു. ഗുരു അനുഗ്രഹത്തോടെ വിവിധ സാധനാ പ്രകാരങ്ങളുടെ പിൻബലത്തോടെ ഈ ഒരു ധ്യാനത്തിന് ആവോളം ഉത്സാഹിക്കാൻ നമുക്കും സാധിക്കട്ടെ. ഗജേന്ദ്രൻ സംസാരസാഗര മധ്യേ കർമ്മമാകുന്ന മുതലയാൽ തീവ്രമായി ആക്രമിക്കപ്പെട്ടിരിക്കുമ്പോൾ പൂർവജന്മ സ്മൃതി കാരണം ഇതേ സവിസ്തരം ഭഗവാനെ ഓർമ്മിക്കുന്നു. ഈ ഒരു മന്ത്രത്തെ സംബന്ധിച്ച്, ഈ ഒരു ശ്ലോകത്തെ സംബന്ധിച്ച് ഒരു നിരീക്ഷണമുണ്ട്, ഉപദേശമുണ്ട്, അനുഗ്രഹമുണ്ട്. ഈ മന്ത്രം മൃത്യുഭയമുള്ളവരൊക്കെ 1008 പ്രാവശ്യം ജപിച്ചാൽ മുക്തി ഉണ്ടാവുന്ന. എന്താ കാരണം? ഈ മന്ത്രം എല്ലാ വൈവിധ്യങ്ങൾക്കും അപ്പുറത്ത് ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിലസ്പന്ദമാകണം എന്ന ഒരു വസ്തുതാ കഥനമുണ്ടല്ലോ ദൈവദശകത്തിൽ. ദൃശ്യത്തിൽ നിന്ന് ദൃക്കിലേക്ക് നമ്മളെ നയിക്കുന്ന മന്ത്രമാണ്. കാര്യത്തിൽ നിന്ന് കാരണത്തിലേക്കും അകാരണ സ്വരൂപിയായ അദ്വൈത തത്വത്തിലേക്കും നമ്മളെ നയിക്കുന്ന ശ്ലോകമാണ്. മൃത്യു അല്ല നമ്മുടെ പ്രശ്നം, മൃത്യുഭയമാണ്.
മരണം ആർക്കും ഒരു കാലത്തും ഉണ്ടാവുന്നില്ല. കാരണം അനശ്വര തത്വസ്വരൂപികളാണ് നാം. സ്വരൂപികൾ എന്നൊക്കെ പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ പറയുമ്പോൾ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ എന്ന് പറയുക. നാം എന്ന ബഹുവചനം പരിഗണിച്ച് അനശ്വര അക്ഷര സ്വരൂപികളാണ്. ഏകമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് സ്വരൂപം എന്ന് പറയണം. സ്വരൂപം എന്ന് പറയുന്നതും പിന്നെ നിഷേധിക്കേണ്ടതായിട്ട് വരും. വാക്കുകളുടെ പരിമിതി ഇരിക്കട്ടെ. ഈ ഒരു വസ്തുത ആലോചിക്കുമ്പോൾ മരണഭയത്തിന് ന്യായമില്ല. ശരീരാദികളെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് അസ്ഥി ജായതേ വർദ്ധതേ വിപരിണമത്തെ അപക്ഷീയതേ വിനശ്യതി എന്നിത്യാദി പരിണതികൾ അവശ്യം ഭാവിയും ആകുന്നു. ആ പരിണതികളെ അനുവദിക്കാനും അങ്ങനെയൊക്കെ പരിണമിക്കുമ്പോഴും എപ്രകാരമാണോ സമുദ്രത്തിൽ തിരമാലകൾ ഉയർന്നു വന്ന് വിലയിക്കുന്നത് അതുപോലെ സംഭവിക്കുന്നുള്ളൂ എന്നുള്ള സ്വാസ്ഥ്യം അത് നുകരാനും നമുക്ക് കഴിയണം. ഇതാണ് ലോക ജീവിതത്തിൽ സാക്ഷാത്കരിക്കേണ്ടുന്ന മോക്ഷം. അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ ഒളിച്ചോടിപ്പോയി രക്ഷപ്പെടലല്ല എന്ന് പറയും. ഇവിടെ വർത്തിക്കുമ്പോൾ തന്നെ പ്രപഞ്ചലീലയെ തിരമാലകളുടെ വരവും പോക്കും പോലെ ആധാരമായ സമുദ്രത്തിന് യാതൊരു ദോഷബാധയും ഉണ്ടാകുന്നില്ലല്ലോ എന്നറിയും പോലെ സ്വസ്ഥരാവണം. അതിന് ഈ മന്ത്രം തീർച്ചയായിട്ടും സഹായിക്കും. ഭഗവാൻ രമണ മഹർഷി സദ്ദർശനം എന്ന ഗ്രന്ഥത്തിൽ മൃത്യുഭയമുക്തിക്ക് വേണ്ടി നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശം ശ്രദ്ധേയമാണ്. മൃത്യുഞ്ജയനെ ഉപാസിക്കണം എന്നാണ് ഉപദേശം. മൃത്യുഞ്ജയം മൃത്യുഭിയാശ്രിതാനാം അഹം മതിർമൃത്യുമുപൈതി പൂർവം അധസ്വഭാവാദമൃതേഷു തേഷു കഥം പുനർമൃത്യുധിയോവകാശഃ. മൃത്യുഭയമുള്ളവർ മൃത്യുഞ്ജയനെ ഉപാസിച്ചോളണം. അങ്ങനെ മൃത്യുഞ്ജയൻ ആര് എന്ന് അന്വേഷിച്ച് പോകുമ്പോൾ അഹമ്മതി മരണത്തിന് വിധേയമാകും. അഹമ്മതി എന്ന് പറഞ്ഞാൽ ശരീരാദികളിലുള്ള അഭിമാനം. അത് പോയി കഴിഞ്ഞാൽ പിന്നെ അമൃത സ്വഭാവം. അതിന് ശേഷം എന്നിലെ അഹന്തയെ ഒഴിവാക്കിയാൽ അഹന്തത്വം മാത്രമാവും. അതിനെവിടെ മൃത്യുഭയ അവകാശം ചോദിക്കുക? അതിനൊരു തരത്തിലും മരണം ബാധിക്കുന്നില്ല. സമുദ്ര തിരമാല ഈ ഒരു മൃത്യുഞ്ജയനെ സമുദ്രത്തെ ആശ്രയിച്ചാൽ ഞാൻ തന്നെയാണ് സമുദ്രം എന്നറിയുന്നതോടെ തിരമാല എന്ന അഹംഭാവം നഷ്ടമാവും. പിന്നെയുള്ളതൊക്കെ ഒരു ലീല, അത് തന്നെ ബാധിക്കില്ല എന്ന് പറയും. ഈ ശ്ലോകം അങ്ങനെ ഉപയോഗിക്കാം. യസ്വാത്മനീതം നിജമായ യാർപ്പിതം ക്വചിത് വിഭാന്തം ക്വചിത് തിരോഹിതം അവിദ്ധൃത് സാക്ഷി ഉഭയം തദീക്ഷത്തെ സ ആത്മമൂലോ അവതു മാം പരാത്പരഃ. ആ ആത്മതത്വം എന്നെ രക്ഷിക്കട്ടെ. ആ ആത്മതത്വം പരാത്പരമാണ്. പരം എന്ന് പറഞ്ഞാൽ തന്നെ ഈ വൈവിധ്യമാർന്ന സ്ഥൂല പ്രപഞ്ചത്തിനൊക്കെ അപ്പുറത്ത് അവ്യക്ത തത്വം, അതിനും അപ്പുറത്താണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ. ഏതൊരു ഭഗവാനാണോ ലോക പ്രതിഭാസങ്ങളും ലോകപാലകരും എല്ലാം അസ്തമിക്കുന്ന കൂരിരുട്ടിലും പ്രളയത്തിലും സ്വയം ജ്യോതിസായി പരിലസിക്കുന്നത്, ആദിത്യവർണം തമസഃ പരസ്താത്, സൂര്യശോഭയുള്ള തത്വം, 1000 സൂര്യന്മാരുടെ പ്രകാശം എന്നൊക്കെ വർണ്ണിക്കും. ഇരുട്ടിനും അപ്പുറത്ത്, അജ്ഞാനത്തിനും അപ്പുറത്ത് പരിലസിക്കുന്ന ആ തത്വം എന്നെ രക്ഷിക്കട്ടെ. നയസ്യ ദേവാർഷയഃ പദം വിദുഃ ജന്തുഃ പുനഃ കോർഹതി ഗന്തുമീഢിതും യഥാ നടസ്യാകൃതിഭിർവിചേഷ്ടതോ ദുരത്യയാനുക്രമണഃ സമാവതു. നയസ്യ ദേവാർഷയഃ പദം വിദുഃ. ഈ ഭഗവാന്റെ തത്വസാക്ഷാത്കാരം ദേവന്മാർക്ക് പ്രയാസമാണ്, ഋഷിമാർക്കും പ്രയാസമാണ്. പിന്നെയാണോ കേവലം ജന്തുവായ ആനയുടെ ജന്മം കിട്ടിയിട്ടുള്ള ഈ ജന്തു എങ്ങനെ ഭഗവാനെ അറിയും, ഭഗവാനിലേക്ക് പ്രവേശിക്കും?
ഇപ്പൊ ഋഷീശ്വരന്മാരൊക്കെ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് തത്വസാക്ഷാത്കാരം നേടുന്നത്. എന്താ വലിയ പ്രയാസം? വലിയ പ്രയാസം ബഹിർമുഖതയെ നിയന്ത്രിച്ച് അന്തർമുഖമാവുക എന്നുള്ളത്. കാരണം ഇന്ദ്രിയങ്ങളൊക്കെ വളരെ പ്രബലങ്ങളാവും. ഇവിടെ ദേവശബ്ദം കൊണ്ട് ഇന്ദ്രിയങ്ങൾ എന്നും ഋഷി ശബ്ദം കൊണ്ട് ബുദ്ധി എന്നും പരിഗണിക്കാം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്ദ്രിയങ്ങൾക്ക് അപ്രാപ്യമാണ് പ്രഭു, ബുദ്ധിക്കും മനോബുദ്ധികൾക്കും അപ്രാപ്യമാണ്. പക്ഷേ മനസ്സൈവേദമാപ്തവ്യം നേഹദാനാസ്തി കിഞ്ചന. യാതൊരു മനസ്സുകൊണ്ട് ബ്രഹ്മതത്വത്തെ അറിയാൻ പ്രയാസമാണോ അതേ മനസ്സുകൊണ്ട് തന്നെ അറിയണം എന്നും ഉപനിഷത്ത് പറയുന്നു. അവിടെ മനോബുദ്ധികളെ രാഗദ്വേഷ മാലിന്യങ്ങൾ അകറ്റി ശുദ്ധമാക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മനോബുദ്ധി ഉപാധികൾ എപ്രകാരമാണോ തെളിഞ്ഞ ജലത്തിൽ ആകാശം നിർവിഘ്നം പ്രതിഫലിതമാകുന്നത്, അതുപോലെ മനോബുദ്ധികളിൽ തത്വബോധം പ്രതിഫലിക്കും. ഈ ജന്തു എങ്ങനെ സ്തുതിക്കാനാണ്? യഥാ നടസ്യ ആകൃതിഭിഹി വിചേഷ്ടതോ ദുരത്യയാനുക്രമണ സമാവതു. ആ ഭഗവാൻ, അറിയപ്പെടാത്ത ചരിത്രമുള്ള ഭഗവാൻ. രാമേശ്വരവംസര് പറയില്ലേ, എച്ചിലാകാത്ത ഒരേ ഒരു പദമേ ഉള്ളൂ, അത് ബ്രഹ്മശബ്ദമാണ് എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ആള് അസ്തമിക്കലാണ് മനസ്സിലാകൽ. അതുകൊണ്ട് അവിടെ ഞാൻ മനസ്സിലാക്കിയെന്ന് അവകാശപ്പെടാൻ ആരും ഉണ്ടാവില്ല. ത്രിഭുവന സീമ കടന്നു തിങ്ങി വിങ്ങും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം. ത്രിഭുവനങ്ങളെയും അതിക്രമിച്ച് പരിലസിക്കുന്ന തത്വത്തിൽ ത്രിപുടിയില്ല. അറിയണ ആള്, അറിയണ വസ്തു, അറിവ് ഇത്യാദി ഭേദങ്ങളൊന്നുമില്ല. അങ്ങനെ പരിലസിക്കുന്ന പ്രഭുവിനെ അറിയപ്പെടാത്ത ചരിത്രമുള്ളവൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയാം. എങ്ങനെ ഈ ജന്തുവിന് സാധിക്കും? ദിദൃക്ഷവോ യസ്യ പതം സുമംഗളം വിമുക്ത സംഗാമുനയസ്സു സാധവഃ ചരന്ത്യലോകവ്രതമവ്രണം വനേ ഭൂതാത്മഭൂതാ സുഹൃതസമേ ഗതിഃ. ഹേ ഭഗവാനെ, അവിടുന്നാണ് എനിക്ക് ആകെയുള്ള ലക്ഷ്യസ്ഥാനം, ഗതി. അങ്ങാണ് എനിക്ക് ഗതി. ഞാനിപ്പോൾ അഗതിയാണ് എന്ന് പറയും. എന്നെ സഹായിക്കാമെന്നേറ്റവരൊക്കെ പോയി. ഇത് നമ്മുടെയൊക്കെ ദുരവസ്ഥയാണ്. പാഞ്ചാലിയോട് കുന്തി മാതാവ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഭാഗ്യവന്തം പ്രസൂയേഥ മാശൂരം മാച്ച പണ്ഡിതം. വലിയ പണ്ഡിതന്മാരെയും ശൂരന്മാരെയും ഒന്നും പ്രസവിച്ചിട്ടൊന്നും കാര്യമില്ല. അങ്ങനെയൊക്കെ 5 എണ്ണം എനിക്കുണ്ട്, 6 സ്വകാര്യമായിട്ട്. പക്ഷെ ഒരു ഉപകാരമില്ല. അതുകൊണ്ട് ഭാഗ്യവാന്മാരെ പ്രസവിക്കും. പക്ഷെ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രഹ്ലാദ ബാലകൻ നരസിംഹപ്രഭുവിനോട് പറയുന്നുണ്ട്, ഒരു ഭിഷഗ്വരൻ ഒരു രോഗിയെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഭഗവാനെ അങ്ങ് ചിന്തിക്കുന്നുണ്ട്, അങ്ങ് കൽപ്പിക്കണമുണ്ട്. തോണി യാത്രക്കാരെ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് കൽപ്പിക്കുന്നുണ്ടെന്നേ അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ ഇവയൊന്നും തന്നെ സ്വയം രക്ഷയ്ക്ക് സമർത്ഥമല്ല. ഇതുപോലെ ഹേ പ്രഭോ, അങ്ങ് മാത്രമാണ് എനിക്ക് ഗതി. വേറെ ജന പിന്തുണ, അധികാരം, വിഭവ സമൃദ്ധി ഇതിലൊന്നും പ്രതീക്ഷയ്ക്ക് വകയില്ല. ദിദൃക്ഷവോ യസ്യ പതം സുമംഗളം വിമുക്ത സംഗാമുനയസ്സു സാധവഃ. ഏവർക്കും അപ്രാപ്യമാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഒരാളും അറിയില്ല എന്ന് വരുമോ? ഇല്ല. പിന്നെയോ സത്സാധുക്കൾ തീർച്ചയായിട്ടും അറിയുന്നു. അവരതിനാകട്ടെ ചരന്തി അലോകവ്രതം ഔവ്രണം. അലോകവ്രതത്തെ ആചരിക്കുന്നവരാണ്. അലോകവ്രതം എന്ന് പറഞ്ഞാൽ ലൗകികമായ താല്പര്യങ്ങളാൽ ആകൃഷ്ട ചേതസ്സുകളായി വലയുക എന്നുള്ള വ്യവഹാരത്തിൽ നിന്ന്, ഏർപ്പാടിൽ നിന്ന് പിൻവലിഞ്ഞവർ, വിവേക വൈരാഗ്യം കൊണ്ട് അനുഗ്രഹീതരായവർ, അലോകവ്രതം ആചരിക്കുന്നവർ എന്നർത്ഥം. നല്ലൊരു പ്രയോഗമാണ് അലോകവ്രതം. ഇത് ലോകത്തിൽ ചരിച്ചുകൊണ്ട് തന്നെ സാധിക്കും. രാഗദ്വേഷ വിയുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ
ആത്മവശ്യേർവിധേയാത്മാ പ്രസാദമധിഗച്ഛതി പ്രസാദേ സർവദുഃഖാനാം ഹാനിഹി. ഭഗവത്ഗീതയിൽ പറയും, ഹേ അർജുന, എവിടേക്കും ഒളിച്ചോടി പോകണ്ട. ഈ ലോകത്തിൽ തന്നെ വർത്തിക്കൂ, ഇവിടെ തന്നെ വ്യവഹരിക്കൂ. പക്ഷെ ആ വ്യവഹാരത്തിന്റെ ശൈലി എന്തായിരിക്കണം? രാഗദ്വേഷങ്ങളെ അപ്പപ്പോൾ നിരാകരിച്ചുകൊണ്ട് ലോകവ്യവഹാരം ചെയ്താൽ ചിത്തപ്രസാദം ഉറപ്പായി കിട്ടും. ഇതാണ് അലോക വ്രതം, കർമ്മയോഗാനുഷ്ഠാനം. അങ്ങനെ അലോക വ്രതം ആചരിച്ചിട്ടുള്ളവർ ഭൂതാത്മാ ഭൂത, സകല ഭൂതജാലങ്ങളിലും ആത്മാവായിരിക്കുന്നത് എന്നിലെ ആത്മതത്വം തന്നെയാണ് എന്നവര് ഗുരുപ്രസാദം കൊണ്ട് തിരിച്ചറിയും. സുഹൃത, എല്ലാവരുടെയും അതുകൊണ്ട് തന്നെ സുഹൃത്തായിരിക്കും. അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് എനിക്ക് ഗതിയായി വരേണമേ. അലോകവ്രതം അനുഷ്ഠിക്കുന്ന സാധുജനത്തിന് സുലഭനായ പ്രഭോ അങ്ങനെ അനുഗ്രഹിക്കണേ. ന വിദ്യതേ യസ്യ ച ജന്മകർമ്മ വാ ന നാമരൂപോ ഗുണദോഷ ഏവ വാ തഥാപി ലോകാപ്യയ സംഭവായ സ്വമായയാ താന്യനുകാലം പൃച്ഛതി. ഹേ ഭഗവാനെ, അങ്ങേ സംബന്ധിച്ചിടത്തോളം ന വിദ്യതേ, ജന്മമില്ല, സ്വരൂപത്തിൽ കർമ്മമില്ല, എങ്കിലും നാമരൂപങ്ങളില്ല, ഗുണദോഷങ്ങളില്ല. ത്രിഗുണാതീതനായ ഭഗവാനിൽ ജന്മമില്ല, കർമ്മമില്ല, നാമരൂപദോഷങ്ങളൊന്നുമില്ല. എങ്കിലും തഥാപി ലോകാപ്യയ സംഭവായ, പക്ഷേ ലോകത്തിന്റെ സൃഷ്ടിക്കും സ്ഥിതി സംഹാരത്തിനുമൊക്കെ ആയിക്കൊണ്ട് സ്വമായയാ താൻ അനുകാലം ഋച്ഛതി, താനി അനുകാലം ഋച്ഛതി, സ്വന്തം മായയുടെ പ്രഭാവം പ്രയോജനപ്പെടുത്തി അനുകാലം, യഥാകാലത്തിൽ ഭഗവാൻ ജന്മകർമാദികളെയൊക്കെ സ്വീകരിക്കുന്നു. മായാപ്രഭാവം കൊണ്ട് ഭഗവാൻ സ്വീകരിച്ച ജന്മമാകുന്നു ഈ ലോകവൈവിധ്യം മുഴുവൻ. അവിടെയും എപ്പോഴെപ്പോഴൊക്കെ ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാവുന്നുവോ അപ്പോഴപ്പോഴൊക്കെ ഭഗവാൻ മായ കൊണ്ട് ജന്മമെടുക്കുകയും ചെയ്യും. 4-ാം അധ്യായത്തിൽ ഭഗവാൻ അത് വ്യക്തമാക്കുന്നുണ്ട്. അവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധയിൽ പെടണം. ഒന്നാമത്തെ കാര്യം, ഭഗവാൻ അജോപി സൻ അവ്യയാത്മാ ഭൂതാനാം ഈശ്വരോപി സൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമി, സംഭവിക്കുന്നു. ജനിക്കാത്തവനാണ്, അതുപോലെ കർമ്മങ്ങളൊന്നും ഇല്ലാത്തവനാണ്, ഭൂതജാലങ്ങളുടെ മുഴുവൻ ഈശ്വരനാണ്, അവ്യയാത്മാവാണെങ്കിലും ജന്മമെടുക്കുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഈ ജന്മകർമ്മ ദിവ്യഭാവത്തെ, ജന്മകർമ്മ ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ, താത്വികമായിട്ട് അറിയുന്നവർക്കൊക്കെ കർമ്മമുക്തി. ഭഗവാന്റെ ഈ ഒരു ജന്മകർമ്മ ദിവ്യത്വം അറിഞ്ഞാൽ എനിക്കെങ്ങനെയാ മുക്തി? ഞാനും ഭഗവാനും വേറെയല്ല എന്നായിരിക്കും ആ ജ്ഞാനപ്രാപ്തിയുടെ സാക്ഷാത്കാരം. ഈ ഒരു ഭഗവാന്റെ ജന്മകർമ്മം അന്വേഷിച്ചുള്ള യാത്രയിൽ നാം നമ്മുടെ അദ്വൈതാവസ്ഥയാണ് തിരിച്ചറിയുക എന്നർത്ഥം. ഇങ്ങനെ 2 വസ്തുതകൾ അവിടെ മനസ്സിലാക്കണം എന്ന് പറയാം. ഇപ്പൊ ഭഗവാന് വാസ്തവത്തിൽ ജന്മകർമാദികളൊന്നും ഇല്ലെങ്കിലും അതാത് കാലത്തിൽ എടുക്കുന്നു. എന്തിനാണ് എടുക്കുന്നതെന്ന് ചോദിച്ചാലോ, ഭൂതജാലങ്ങൾക്ക് മുഴുവൻ കർമ്മവാസനാനുസൃതം ഭോഗം ചെയ്യാനും വിവേകമുദിക്കുന്ന പ്രകാരത്തിൽ മോക്ഷം വേണമെന്ന് കൊതിക്കുന്നവർക്ക് മോക്ഷം നൽകാനും. ഇതിനുവേണ്ടിയാണ് ഭഗവാൻ സൃഷ്ടിയെ ചെയ്യുന്നത്. അതുകൊണ്ട് ഭഗവാനോട് ആരും പോരടിക്കരുത്. എന്തിനാ അത് സൃഷ്ടിച്ചത്, എന്തിനാ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭോഗം അനുഭവിക്കേണ്ട ജീവജാലങ്ങൾക്ക് അതിനുള്ള സൗകര്യം, അപവർഗം മോക്ഷത്തിന് താല്പര്യമുള്ളവർക്ക് അത് നൽകും. അപ്പൊ ഈ ലോകം ഇത് 2 കൊണ്ട് സമ്പന്നമാണ്. ഇറ്റ് ഈസ് അപ് ടു അസ് ടു ഡിസൈഡ്. നമ്മളാണ് ഇതിൽ തീരുമാനം എടുക്കേണ്ടത് എന്ന് പറയും. യുക്തമായ തീരുമാനം എടുക്കാൻ നമുക്ക് സാധിക്കട്ടെ.
തസ്മൈ നമഃ പരേശായ ബ്രഹ്മണേ അനന്തശക്തയേ അരൂപ ഉരുരൂപായ നമഃ ആശ്ചര്യകർമ്മണേ. അങ്ങനെയുള്ള പ്രഭോ, ദേശകാല വസ്തു അതീതമായി പരിലസിക്കുന്ന ബ്രഹ്മതത്വമേ, അവിടുത്തേക്ക് അനന്തശക്തിയാണ്, അങ്ങേക്ക് രൂപമില്ല, എല്ലാ രൂപങ്ങളും അങ്ങയുടേതാണ്. അങ്ങനെയുള്ള ആശ്ചര്യ കർമ്മങ്ങൾ നിർവഹിക്കുന്ന അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം. നമ ആത്മപ്രദീപായ സാക്ഷിണേ പരമാത്മനെ നമോ ഗിരാം വിദൂരായ മനശ്ചേതസാമപി സത്വേന പ്രതിലഭ്യായ നൈഷ്കർമ്മേണ വിപശ്ചിതാ നമഃ കൈവല്യനാഥായ നിർവാണ സുഖ സംവിതേ നമഃ ശാന്തായ ഘോരായ ഗൂഢായ ഗുണധർമ്മിണേ നിർവിശേഷായ സൗമ്യായ നമോ ജ്ഞാന ഘനായ ച ക്ഷേത്രജ്ഞായ നമഃ തുഭ്യം സർവാധ്യക്ഷായ സാക്ഷിണേ പുരുഷായ ആത്മമൂലായ മൂലപ്രകൃതയേ നമഃ സർവേന്ദ്രിയ ഗുണദ്രഷ്ട്രേ സർവപ്രത്യയഹേതവേ അസദാച്ഛായയാക്തായ സദാഭാസായ തേ നമഃ. ഇപ്രകാരമൊക്കെ സ്തുതി പുരോഗമിക്കുന്നു. ഭഗവാനെ അങ്ങേ എങ്ങനെ പ്രാപിക്കും? സത്വേന നൈഷ്കർമ്മ്യേണ വിപശ്ചിത. തത്വജ്ഞാനികള് സത്വനിഷ്ഠ കൊണ്ടും നൈഷ്കർമ്മ്യം കൊണ്ടും. നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കലേ അല്ല, മറിച്ച് ചെയ്യുമ്പോൾ നമ്മെ ബാധിക്കുന്ന രണ്ട് ദോഷങ്ങൾ, ചെയ്യേണ്ടത് എൻ്റെ ദൗത്യമാണെന്ന് ചിന്തിക്കുന്നു, ഞാനാണ് ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്നു, അനുബന്ധമായി വരുന്ന ഒരു ചിന്തയാണ് ഇതിൻ്റെ ഫലമൊക്കെ എനിക്ക് വേണം. ഇതൊക്കെ അതിക്രമിച്ചുകൊണ്ട് ഗുണാഹ ഗുണേഷു വർത്തന്തെ, ത്രിഗുണങ്ങൾ ത്രിഗുണ വ്യാപാരത്തിൽ ഏർപ്പെടുന്നു, ഞാനാണെങ്കിൽ സാക്ഷിയാണ് എന്ന് മാറി നിൽക്കാൻ കഴിയുന്നവരെ സംബന്ധിച്ചിടത്തോളം തത്വസാക്ഷാത്കാരം ഉണ്ടാവും. നൈഷ്കർമ്മ്യം കൊണ്ട് വിപശ്ചിത. അങ്ങനെയുള്ള ത്രിഗുണാതീതനായ പ്രഭോ, ഭഗവാൻ തന്നെയാണ് ശാന്തനും, ഭഗവാൻ തന്നെയാണ് ഘോരരൂപിയും, ഭഗവാൻ തന്നെയാണ് ഗൂഢരൂപിയും. ഇതൊക്കെ ത്രിഗുണവൃത്തികളാണ്. അങ്ങനെ നിർവിശേഷായ സൗമ്യായ, ത്രിഗുണ സാമ്യഭാവത്തെയും ത്രിഗുണാതീതാവസ്ഥയെയും ഒക്കെ ഒരേ സമയം ഭഗവാൻ പ്രതിനിധാനം ചെയ്യുന്നു. ഇങ്ങനെ ഗുണരൂപമായ പ്രപഞ്ചവും ഗുണാതീതനായ ഭഗവതത്വവും നമസ്കാരാർഹമാണ്. ക്ഷേത്രജ്ഞായ നമഃ തുഭ്യം. ക്ഷേത്രജ്ഞനായിക്കൊണ്ട് നമസ്കാരം. ആരാ ക്ഷേത്രജ്ഞൻ? ശരീരത്തെ ക്ഷേത്രമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു ധ്യാനപ്രകാരം ഭഗവത്ഗീത 13-ാം അധ്യായത്തിൽ ഉപദേശിക്കുന്നുണ്ട്. ഇദം ശരീരം കൗന്തേയ ക്ഷേത്രമിതി അഭിധീയത്തെ ഏതത് യോ വേത്തി. ഈ ശരീരത്തെ ആരറിയുന്നുവോ അവൻ ക്ഷേത്രജ്ഞൻ. തുടർന്ന് ഭഗവാൻ ഉപദേശിക്കുന്നു, സകല ക്ഷേത്രങ്ങളിലും ക്ഷേത്രജ്ഞൻ ഞാനേകനാണ്. സകല ക്ഷേത്രങ്ങളിലും സകല ശരീരങ്ങളിലും ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ നമസ്കരിക്കുന്നത്, നമസ്കാരം എന്ന് തൊഴണത്. ശരീരേന്ദ്രിയ മനോബുദ്ധികൾക്കപ്പുറത്ത് അവിടെ പരിലസിക്കുന്ന അതേ തത്വം തന്നെയാണ് എന്നിലും എല്ലാവരിലും. അങ്ങനെയുള്ള ക്ഷേത്രജ്ഞനായിക്കൊണ്ട് നമസ്കാരം. സകല ഗുണങ്ങളെയും ദർശിക്കുന്നവനും ഗുണവൃത്തികൾക്കൊക്കെ അതീതമായി പരിലസിക്കുന്നവനുമായിക്കൊണ്ട് നമസ്കാരം. നമോ നമസ്തേഖിലകാരണായ നിഷ്കാരണായ അത്ഭുതകാരണായ സർവ ആഗമ ആംനായ മഹാർണവായ നമോ അപവർഗായ പരായണായ. ഭഗവാൻ വേദാധിഭൂതനാണ്. വേദങ്ങളെ കൊണ്ട് പോലും പ്രാപിക്കാൻ പറ്റാത്തവനാണ്. അനധ്വകനാണ് ഭഗവാൻ, വഴികളില്ലാത്തവനാണ്. അങ്ങനെയുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം അഖില കാരണമാണ്, അതേസമയം നിഷ്കാരണവും ആണ്. അങ്ങനെയുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ഗുണാരണിച്ഛന്ന ചിദുഷ്മവായ തക്ഷോഭ വിസ്ഫൂർജിത മാനസായ
നൈഷ്കർമ്മ്യഭാവേന വിവർജിതാഗമ സ്വയം പ്രകാശായ നമസ്കരോമി. വേദവിഹിത കർമ്മങ്ങളെ ഭഗവത് അർപ്പണമായി ചെയ്ത് ഭോക്തൃത്വ ബുദ്ധിയെയും കർത്തൃത്വ ബുദ്ധിയെയും ഫലങ്ങളൊക്കെ എനിക്ക് വേണമെന്ന വാശിയെയും ഞാൻ കർത്താവാണ് എന്നുള്ള വൈകല്യ കാഴ്ചയെയും ഒക്കെ അതിക്രമിച്ചവർ ഭഗവാനെ സാക്ഷാത്കരിക്കും. അതിനെന്താ വേണ്ടത്? ആസക്തിയെ വെടിയണം, ലോക ആശ്രയത്വത്തെ വെടിയണം. ആത്മജ ആപ്ത ഗൃഹവിത്ത ജനേഷു സക്തൈഹി ദുഷ്പ്രാപണായ ഗുണസംഗ വിവർജിതായ മുക്താഭിസ്വഹൃദയേ പരിഭാവിതായ ജ്ഞാനാത്മനെ ഭഗവതേ നമ ഈശ്വരായ. ആസക്തിയുള്ളവർക്ക്, എൻ്റെ മക്കൾ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ സ്വത്ത്, ഇപ്രകാരം ആസക്തിയുള്ളവർക്ക് ഭഗവാൻ അപ്രാപ്യനായിരിക്കും. പക്ഷേ ഗുണസംഗ വിവർജിതന്മാർക്ക്, ത്രിഗുണാതീതന്മാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ സുലഭനായിരിക്കും. അങ്ങനെയുള്ളവരുടെ ഹൃന്നിവാസിയാണ് ഭഗവാൻ. ഈശാവാസ്യോപനിഷത്തിൽ പറയും തദ്ദൂരേ എന്ന്. ആചാര്യസ്വാമികൾ പറയണു അവിദുഷാം വർഷകോടി ശതൈരപ്പി അപ്രാപ്യത്വാത്. അവിദ്വാൻമാർക്ക് കോടി വർഷങ്ങൾ ശ്രമിച്ചാലും പ്രാപിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഭഗവാൻ ദൂരേ എന്ന് പറഞ്ഞത്. തദ്വന്തികേ, അടുത്താണ്. വിദുഷാം ആത്മത്വാത്ത്, വിദ്വാൻമാരെ സംബന്ധിച്ചിടത്തോളം സ്വാത്മതത്വം തന്നെയാണ്. അങ്ങനെയുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ഇങ്ങനെ പല പ്രകാരത്തിൽ ഗജേന്ദ്രൻ പൂർവജന്മാർജിത വാസനാബലം കൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നു. ഈ സ്തുതിയിൽ വളരെ ശ്രദ്ധേയമായ വസ്തുത തികച്ചും വേദാന്താധിഷ്ഠിതമായ സ്തുതിയാണ് നിർവഹിച്ചിട്ടുള്ളത് എന്നുള്ളത്. വേദാന്ത സാധകന്മാരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ഗജേന്ദ്ര സ്തുതി വളരെ വളരെ ഉപകാരം ചെയ്യും. എല്ലാ വൈവിധ്യങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും പരിഗണിച്ച് യുക്തിഭദ്രമായി ഇതൊക്കെ എങ്ങനെ ഏകസാരമാകുന്നു, ഏകതത്വത്തിൻ്റെ വിവർത്തമാകുന്നു എന്നുള്ളത് ഇവിടെ വിചാരം ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഹേ ഭഗവാനെ, എനിക്ക് ഈ ഒരു ജന്മത്തിൽ വേണ്ടത്ര മടുപ്പ് വന്നിരിക്കുന്നു. ഈ ആനയുടെ ജന്മം എന്ന് പറഞ്ഞാൽ കറുത്ത വർണ്ണം, തികഞ്ഞ തമസ്സിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിലെനിക്ക് സുസ്ഥിതി വേണ്ടേ വേണ്ട. പിന്നെയോ എനിക്ക് മോക്ഷത്തെ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ച സമയത്ത് ഏവം ഗജേന്ദ്രമുപവർണിത നിർവിശേഷം ബ്രഹ്മാദയോ വിവിധ ലിംഗഭിതാപിമാനാ നൈതേയതോ ഉപസസൃപു നിഖിലാത്മകത്വാത് തത്രാഖിലാമരമയോ ഹരിരാവിരാസീത്. ഇപ്രകാരം ഗജേന്ദ്രൻ വർണ്ണിച്ച സമയത്ത് ഏത് ഭഗവാനെയാണ് സ്തുതിക്കുന്നതെന്ന് എല്ലാ ദേവതാവിശേഷങ്ങളും അത്ഭുതപ്പെട്ടു. അവർക്കൊക്കെ തന്നെ പല തരത്തിലുള്ള അഭിമാനങ്ങളുമുണ്ട്. അതുകൊണ്ട് അവരൊക്കെ മാറി നിന്ന സമയത്ത് നിർഗുണ നിരാകാര സ്വരൂപിയായ സാക്ഷാൽ ഹരി അവിടെ എത്തിച്ചേരുന്നു. തം തദ്വദാർത്ഥമുപലഭ്യ ജഗന്നിവാസഃ സ്തോത്രം നിശമ്യതി വിജയീ സഹസസ്തുവദ്ഭിഃ ഛന്ദോമയേന ഗരുഡേന സമ്മുഹ്യമാനഃ ചക്രായുധോ അഭ്യഗമത് ആശുയതോ ഗജേന്ദ്രഃ. ഈ സമയത്ത് ഭഗവാൻ ഛന്ദോമയനായ, ഛന്ദസ്വരൂപിയായ, വേദസ്വരൂപിയായ ഗരുഡന്റെ പുറത്ത്, അവിടെയൊക്കെ സൂചനയുണ്ടല്ലോ, വേദത്താൽ അഭിഗമ്യനാകുന്നു ഭഗവാൻ. വേദമാണ് പ്രമാണം, അപരോക്ഷ ശബ്ദ പ്രമാണം. അതുകൊണ്ട് ഭഗവാൻ അറിയപ്പെടുന്നില്ല. അല്ലാത്തതൊക്കെ നിരാകരിച്ച് നമ്മളെ അനുഗ്രഹിക്കാൻ വേദപ്രമാണത്തിന് സാധിക്കും. ഭഗവാൻ സ്വയം പ്രകാശിക്കുകയാണ് ചെയ്യുക. അങ്ങനെയുള്ള ഭഗവാൻ അവിടേക്ക് എഴുന്നള്ളി. ആ സമയത്ത് ഗജേന്ദ്രനാകട്ടെ എല്ലാ പ്രകാരത്തിലുള്ള ശാരീരിക കായിക ബലവും നശിച്ച് വെള്ളത്തിലേക്ക് ഇങ്ങനെ താണ് പോവുകയായിരുന്നു.
ഗജേന്ദ്രന് ഒരു നോട്ടം കാണാൻ സാധിച്ചു. ഗരുഡാരൂഢനായി തൻ്റെ ഹരി, തൻ്റെ രക്ഷകൻ, തൻ്റെ സർവ പാപങ്ങളെയും ഹരിച്ചുദ്ധരിക്കാൻ സമർത്ഥനായ ഭഗവാനിത വന്നു നിൽക്കുന്നു എന്ന് കണ്ട സമയത്ത് ശേഷി വളരെ നശിച്ചെങ്കിലും ഒരു താമരയെ പിഴുതെടുത്ത് ആ പ്രഭുവിന് അർപ്പണത്തെ ചെയ്തു. ആ സമയത്ത് ഭഗവാനാകട്ടെ തം വീക്ഷ്യ പീഡിതമച സഹസാവതീര്യ സംഗ്രാഹമാശു സരസ കൃപയോചഹാര ഗ്രാഹാത് വിപാടിത മുഖാത് അരിണാഗജേന്ദ്രം സംപശ്യതാം ഹരിരമൂമുചത് ഉശ്രിയാണാം. ഭഗവാൻ തുമ്പിക്കരത്തിൽ പിടിച്ച് ഗജേന്ദ്രനെ ഉയർത്തി ചക്രായുധം കൊണ്ട് ഗ്രാഹത്തെ മുതലയെ ഹനിച്ച് ഗജേന്ദ്രനെ രക്ഷിച്ചു, അനുഗ്രഹിച്ചു. ഇവിടെ ഗജേന്ദ്രന്റെ സ്തുതി വളരെ പ്രസിദ്ധമാണ്. ഒടുവിൽ ഈ താമര അർപ്പിച്ചുകൊണ്ട് നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ എന്നാണ് തൊഴുന്നത്. ഭഗവാൻ അഖില ഗുരുവാണ് എന്ന് പറഞ്ഞാൽ ലഘുവായ, നിസ്സാരമായ, സാരശൂന്യമായ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ കാതലായ ആത്മസത്തയാണ് ഭഗവാൻ. ഇതിന് മുഴുവൻ ഗുരുത്വം നൽകുന്ന തത്വമാണ്. അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് ആത്മഗൗരവത്തെ ഉപദേശിച്ച് അനുഗ്രഹിക്കാൻ സമർത്ഥനായ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. ഇപ്രകാരമാകട്ടെ നമ്മുടെ നമസ്കാരങ്ങളും. ഈ പ്രപഞ്ചം സാരമില്ലാത്തതാണ്, ലഘുവാണെന്നറിയാൻ ഗുരു അനുഗ്രഹം വേണം. നമ്മിലെ ഗുരുത്വത്തെ, ആത്മതത്വ ഗൗരവം അറിയാൻ ഗുരു അനുഗ്രഹം വേണം. ആ ഒരു അനുഗ്രഹ പ്രാർത്ഥന ചെയ്തുകൊണ്ടാണ് താമര പുഷ്പം സമർപ്പിച്ചത്. അതോടുകൂടി രക്ഷപ്പെട്ടു. ഈ വിഷയത്തിൽ വ്യാഖ്യാതാക്കൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു രസകരമായ വസ്തുത, ആദ്യം രക്ഷിച്ചത് മുതലയെയാണ്. അതിനെന്താ ന്യായം എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഭക്തനെ ആശ്രയിച്ച ഭക്തദാസനായില്ലോ. പിടിച്ചതൊരു ക്രൂരമായ ഭാവത്തിലൊക്കെ ആണെങ്കിലും ശരി, അങ്ങനെയാണ്. ഇനി രണ്ടുപേരുടെയും പൂർവകഥയും കൂടി അനുസ്മരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഗജേന്ദ്രൻ ഇത്രമേൽ ഭഗവസ്തുതിക്കുള്ള സാമർഥ്യമുണ്ടായത് എന്നാണെങ്കിൽ, ഇതിനു മുമ്പ് ഗജേന്ദ്രൻ ഇന്ദ്രദ്യുമ്നൻ എന്ന പ്രസിദ്ധനായ ദ്രാവിഡ ദേശവാസിയായ ശ്രേഷ്ഠനായിരുന്നു, പാണ്ഡ്യരാജാവായിരുന്നു. അദ്ദേഹം മലയാച്ചല പർവ്വതത്തെ ആശ്രയിച്ച് ജടാധാരിയായി മൗനവ്രതത്തെ അനുസരിച്ചുകൊണ്ട് ഭഗവത് ആരാധനാ നിരതനായിരിക്കുകയായിരുന്നു. പക്ഷേ പലപ്പോഴും നാം സാധനകളിൽ കുടുങ്ങിപ്പോവുക, വഴികളിൽ പെട്ടുപോവുക, ലക്ഷ്യം മറന്നു പോവുക എന്ന വിഡ്ഢിത്തം കാണിച്ചു പോവാറുണ്ട്. ഇതുപോലെ മലയാച്ചല പർവ്വതത്തെ ആശ്രയിച്ച് സാധനാനിഷ്ഠയിൽ ഏർപ്പെട്ട ഈ ഇന്ദ്രദ്യുമ്നൻ അവിടെ സന്നിഹിതനായ അഗസ്ത്യ മാമുനിയെയും ശിഷ്യന്മാരെയും അവഗണിച്ചു. അവരോട് സംസാരിച്ചില്ല, ഉപചാരമൊന്നും പറഞ്ഞില്ല, വേണ്ട സ്വീകരണമൊന്നും ചെയ്തില്ല. സകല അനുഷ്ഠാനങ്ങളും ഗുരുപ്രാപ്തിക്ക് വേണ്ടിയാണ്, സത്സംഗത്തിന് വേണ്ടിയാണ്. സത്സംഗാനുഗ്രഹം ഉണ്ടാകുന്ന സമയത്ത് വിഡ്ഢിത്തം കാണിക്കരുത് എന്ന് പറയാ. അവിടെ ഒരു സാധനയ്ക്കും പ്രസക്തിയില്ല. മൗനവ്രതാണെന്ന് മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല എന്നർത്ഥം. ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ സമർപ്പിച്ച് ജ്ഞാനപ്രാപ്തിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അത് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ആയിപ്പോയില്ലോ, സാധന ചെയ്ത് അതിൽ കുരുങ്ങിപ്പോയി, താൻ ആനയായി പോകട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ ഉണ്ടായത് അഗസ്ത്യമുനി ശാപത്ത് അനുസരിച്ച്. ഇനി ഗ്രാഹമാകട്ടെ ഹൂഹു എന്ന ഒരു ഗന്ധർവനായിരുന്നു. ആ ഗന്ധർവന്റെ ഒരു ദുർബുദ്ധി നോക്കണേ. സ്ത്രീജനത്തോടൊപ്പം ഒരു സരസിൽ കുളിക്കുന്ന സമയത്ത് അവിടേക്ക് ദേവല ഋഷി സ്നാനാർത്ഥം വന്നു ചേർന്നു. ഈ ഗന്ധർവൻ സ്ത്രീജനത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനും അവരുടെ ഒരു ആദരവ് പിടിച്ചു പറ്റാനും ഒക്കെ വേണ്ടി ദേവല ഋഷിയെ അടിയിലൂടെ നീന്തി ചെന്ന് കാല് പിടിച്ച് വലിച്ച് ഇടാനൊക്കെ ഉദ്യമിച്ചു. ആ ഋഷീശ്വരനും ശപിച്ചു. നന്നായി ഈ രണ്ട് ശാപങ്ങൾ. അതുകൊണ്ട് നമുക്കൊരു കഥ കിട്ടി, മുക്തിയുടെ വഴി തെളിഞ്ഞു കിട്ടി, അതിഗംഭീരമായ ഒരു സ്തുതിയും സംലഭ്യമായി. ശാപം എന്നൊക്കെ പറയുന്നത്
അമോഘ ദൃക്കുകളായ ഋഷീശ്വരന്മാരുടെ അനുഗ്രഹമാണ്. അമോഘ ദൃക്ക് എന്ന് പറഞ്ഞാൽ വിഫലമാവില്ല അവരുടെ കാഴ്ചകൾ, അവരുടെ വചസ്സുകൾ. ഈ ഗതിയിലൂടെയാണ് പോവേണ്ടത്. ഇവർ രണ്ടുപേരും അനുഗ്രഹത്തിന് പാത്രീഭൂതരാണ്. പക്ഷെ ചെറിയ ചില കളങ്കങ്ങളും ഒക്കെ കളയാനുണ്ട്. അതിനു വേണ്ടിയാണ് അനുഗ്രഹിച്ചത് എന്നർത്ഥം. ഈ പ്രകരണത്തിൻ്റെ ഫലം പ്രകീർത്തിച്ചിരിക്കുന്നത് സത്കീർത്തി വർദ്ധനം, കലിദോഷനാശം, ദുഷ്സ്വപ്ന ജയം, സംസാര സങ്കട മുക്തി. ഇതൊക്കെ എങ്ങനെ സംഭവിക്കും എന്നാണെങ്കിൽ ഈ സ്തുതിയിൽ അന്തർഹിതമായ സാരത്തെ അനുധ്യാനം ചെയ്യുമ്പോൾ സത്കീർത്തി വർദ്ധിക്കും. സത്കീർത്തി വർദ്ധിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് യശസ് ഉണ്ടാവുന്നല്ല, പ്രപഞ്ച സത്തയായി പരിലസിക്കുന്ന ആത്മതത്വത്തിൻ്റെ കീർത്തി നമ്മുടെ ജീവിതത്തിൽ പ്രസക്തമാവും. കലിദോഷനാശം. എന്താ കലിദോഷത്തിന് കാരണം? വൈവിധ്യമാർന്ന് കാണുന്ന പ്രപഞ്ചത്തിൽ രാഗദ്വേഷ ബുദ്ധിയോടെ വ്യവഹരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ആവേശം അടങ്ങുന്നിടത്ത് കലിദോഷം നശിക്കാതെ വയ്യ. ദുസ്വപ്ന ജയം. സംസാര സ്വപ്ന തുല്യോഹി രാഗദ്വേഷാദി സങ്കുല സ്വകാലേ സത്യവത് ഭാതി പ്രബോധേ സതി അസദ്ഭവേത്. സംസാരം സ്വപ്ന തുല്യാണ്, രാഗദ്വേഷങ്ങൾ കലർന്നിട്ടുള്ളത്. അത് കാണുമ്പോൾ സത്യമായിട്ടിരിക്കും, തിരിച്ചറിയുന്നതോടെ സ്വപ്നം അസ്തമിക്കും, ദുസ്വപ്നനാശം അതുകൊണ്ട് സംഭവിക്കും. സംസാര സങ്കട മുക്തി. ഇത്രയായി കഴിഞ്ഞാൽ പിന്നെ സംസാര സങ്കടത്തിന് എന്ത് പ്രസക്തി എന്ന് ചോദിക്കുക. ഇങ്ങനെ ഗജേന്ദ്ര സ്തുതിയെ കേന്ദ്രീകരിച്ച് വീണ്ടും വീണ്ടും ഈ കഥ മനനം ചെയ്യാനും അർത്ഥം ആലോചിക്കാനും ഒക്കെ നമുക്ക് ഗുരുപരമ്പരാനുഗ്രഹം കൊണ്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, ഇവിടെ ഭാഗവത തത്വസമീക്ഷയാണ്, തത്വാനുചിന്തനമാണ് ഊന്നി നടക്കുന്ന ഒരു വസ്തുത. ഇതിനുവേണ്ടി ഈ പ്രാവശ്യം ഏറെ സജ്ജീകരണങ്ങൾ, സൗകര്യങ്ങൾ ഒരുങ്ങിക്കിട്ടിയിരിക്കുന്നു. ഇതൊക്കെ പരമ്പരയുടെ അനുഗ്രഹമാണ്. സൗകര്യങ്ങളൊക്കെ കൂടുതൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് അനുഗ്രഹിക്കട്ടെ, മേൽക്കുമേൽ ഗുരുപരമ്പര അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ ഭാഷണം ഗുരുപാദങ്ങളിലും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ തൃപ്പാദങ്ങളിലും സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.